വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കിയിട്ട് അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാതെ ഒരിക്കലും പ്രതിഷേധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. നേരത്തെ ശ്രീദേവി സൂചിപ്പിച്ച പോലെ ഭരണതലത്തിൽ നിന്നുള്ള നടപടി വേണം. അതിന് സമരവും സമ്മർദ്ദവുമായി മുന്നോട്ട് പോകുമോ, ഒപ്പം കോടതിയിലേക്ക് നിയമവശങ്ങളും തേടി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? സാറേ, എന്നെക്കാട്ടിലും പ്രായമുള്ള അധ്യാപകർ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. ആ അധ്യാപകർ നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ കാണുന്ന വെറും വിദ്യാർത്ഥികളെ അല്ല, സ്വന്തം മക്കളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഒരു ദിവസം ലീവ് കട്ടിയത് കോടതിയിൽ ഇതിനു വേണ്ടി പോകാൻ പറ്റുമോ? മന്ത്രിമാരുടെ പുറകെ ഇതിനു വേണ്ടി പോകാൻ പറ്റുമോ? ഒരു ദിവസം അവരുടെ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പിന്നീട് എന്ന് ഇതിനു വേണ്ടിയുള്ള സമര പരിപാടികൾ? അധ്യാപകർ ഒരിക്കലും ക്ലാസ് റൂമിൽ കയറി നടന്ന് മറ്റ് പാർട്ടിക്കാർ നടത്തുന്ന പോലെ അല്ലെങ്കിൽ മറ്റൊരു കാര്യം നടത്തുന്ന പോലെ ക്ലാസ് റൂമിനകത്ത് ഒരു പ്രതിഷേധം ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിദ്യാർത്ഥികളുടെ മുമ്പിലെ മാതൃകയാണ് അധ്യാപകർ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഈ ഒക്ടോബർ 3 തൃശൂർ ജില്ലയിലെ കളക്ടറേറ്റിലെ സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ വ്യക്തികൾ ചേർന്നിട്ട് ഒരു പ്രക്ഷോഭം ആലോചിക്കുന്നുണ്ട്, അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് ഈ അധ്യാപകർ എന്ന് പറയുന്ന വർഗത്തിലായതുകൊണ്ട് റബ്ബർ വെട്ട് തൊഴിലാളികൾ മറ്റേതെങ്കിലും തൊഴിലാളികളായിരുന്നെങ്കിൽ ഞങ്ങൾ റബ്ബർ വെട്ടുന്നില്ലെന്ന് പറയാറുണ്ട്. കാരണം അതുകൊണ്ട് ആ പട്ട എവിടെ നിൽക്കും, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് റബ്ബർ വെട്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതിന് ഞങ്ങൾക്ക് ആകെയുള്ളത് 180 വർക്കിംഗ് ഡേയ്സ് മാത്രം, അല്ല 200 വർക്കിംഗ് ഡേയ്സാണ് ഞങ്ങൾക്കുള്ളത്. അതിനകത്തുനിന്ന് പിന്മാറി നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല. പഠിപ്പിച്ചേ മതിയാവുകയുള്ളൂ. എന്റെ മകനാണ് അല്ലെങ്കിൽ എന്റെ മകളാണ്. തീർച്ചയായും അത്തരത്തിലൊരു സമീപനം അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഒരു പോരാട്ടം ഇക്കാര്യത്തിൽ തുടരും. സർക്കാർ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ കോടതിയിൽ നിന്നെങ്കിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക. വളരെ നന്ദി ഫാദർ റിൻഷു. ഒപ്പം ശ്രീ സുലൈമാൻ, രഞ്ജിത്തും ഒപ്പം ശ്രീദേവി പിള്ളയുമാണ് മറ്റു വിശദാംശങ്ങളുമായി ചേർന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.